കാറിലെത്തിയ സംഘം യുവാവിനെ തട്ടിക്കൊണ്ടുപോയതായി പരാതി. മുണ്ടേരിയിൽ കാറിലെത്തിയ സംഘമാണ് സ്കൂട്ടർ ഇടിച്ചിട്ട് ചെക്കിക്കുളം കുണ്ടലക്കണ്ടി സ്വദേശി സുറൂറിനെ തട്ടിക്കൊണ്ടുപോയത്. സാമ്പത്തിക ഇടപാടാണ് കുറ്റകൃത്യത്തിന് പിന്നിലെന്ന് കരുതുന്നു. പോലീസ് അന്വേഷണം ഊർജിതമാക്കി. മുണ്ടേരി കൈപ്പക്കയിൽ മെട്ടയിൽ വെച്ച് സുറൂർ സഞ്ചരിച്ച സ്കൂട്ടർ ഇടിച്ചു വീഴ്ത്തി തട്ടിക്കൊണ്ടുപോയതെന്നാണ് സംഭവ സ്ഥലത്തുണ്ടായ നാട്ടുകാർ പറയുന്നത്. ആ വണ്ടി ഒരു ആളെ വണ്ടി ഇടിച്ചിട്ട് കാറിൽ വെച്ച് കൊണ്ടുപോയാൽ നമ്മൾ കണ്ടു. രണ്ടു ചെറുപ്പക്കാരാണ് വണ്ടിയുടെ വീണ് കിടക്കുന്നത്. അവരെ വിളിച്ച് കയറ്റി കൊണ്ടുപോകുന്നു. അപ്പോൾ നിർത്താണ്ട് ഡോറിറക്കാണ്ടത് പോയിട്ടില്ല. അപ്പോൾ അവർ വീട്ടിലേക്ക് സാധനം വാങ്ങിയിട്ട് പോകുന്നു. അപ്പോൾ മയമുക്കുന്ന അവരിങ്ങോട്ട് പിന്തുടരുന്നുണ്ടെന്നാണ് കണ്ടവർ പറഞ്ഞത്. മുണ്ടേരി വണ്ടി കുറച്ച് നിർത്തിയിട്ട് അവിടെ കുറച്ച് കൃഷി ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പിന്തുടർന്ന് പോയിട്ടാണ് ഇവിടുന്ന് തട്ടിയിട്ട് കൊണ്ടുപോകുന്നത്. വണ്ടി ഇടിച്ചിട്ടാണ് അവർ കൊണ്ടുപോകുന്നത്. സാമ്പത്തിക ഇടപാടാണ് ഇതിന് പിന്നിലെന്നാണ് തട്ടിക്കൊണ്ടുപോയ സുറൂറിന്റെ സുഹൃത്ത് നവാസ് പറഞ്ഞത്. നവാസിന്റെ പേരിലുള്ള ലോറി സാമ്പത്തിക ബാധ്യത മൂലം ലീസിന് കൊടുക്കാൻ സുറൂറിനെ ഏൽപ്പിച്ചതായും സുറൂർ പാണത്തൂർ സ്വദേശികളുമായി ഇടപെട്ട് വൻതുക കൈപ്പറ്റുകയും തനിക്ക് ചെറിയ തുക നൽകുകയും ചെയ്തതുമായും നവാസ് പറഞ്ഞു. പിന്നെ നിങ്ങൾ വണ്ടി നമ്മൾ കണ്ണിൽ കാണാനുള്ള കാലം നിങ്ങൾക്ക് പ്രോപ്പർട്ടിയിലേക്കാണ് നമ്മൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒന്നുകിൽ വണ്ടി സറണ്ടർ ചെയ്യുക, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പ്രോപ്പർട്ടിയിലേക്ക് വരുന്നതെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് ഈ മാസം ലാസ്റ്റ് വരെ എനിക്ക് ടൈം വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വന്നിട്ടിപ്പോൾ ഇവൻ്റെ പൈസ കൊടുക്കാനുള്ള രീതിയിലായതുകൊണ്ട് ഈ പാണത്തൂർ ഭാഗത്തുള്ള ഞങ്ങൾക്ക് പൈസ കൊടുക്കാനുള്ള രീതിയിലായതുകൊണ്ടാണ് ഇവനെ കുറിച്ച് കൊണ്ടുപോയിട്ടുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് പോയി അവരോട് പൈസ വാങ്ങിയിട്ടുണ്ട്. പല കാര്യങ്ങളും പോയി തട്ടിപ്പും പറഞ്ഞിട്ട് പൈസ വാങ്ങിയിട്ടുണ്ട്. അംബാസഡർ കാറിൻ്റെ ഇൻഷുർ അടക്കാൻ വന്നിട്ട് പൈസ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അവർക്ക് കാറ് സെയിൽ ചെയ്യാമെന്നുള്ള മനുഷ്യൻ്റെ പൈസ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഉദ്ദേശിച്ചിൽ 10-15,000 എക്സ്ട്രാ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ. അങ്ങനെയാണ് അവിടെ നിന്നുള്ള ആൾക്കാർ പറഞ്ഞത്. അതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള പ്രശ്നം വന്നത്. കാരണം ഇവൻ പൈസ വാങ്ങിയിട്ടുണ്ട്, എനിക്ക് കിട്ടിയില്ല. എനിക്കല്ല, അവർക്ക് ഒരു തെളിവ് എന്നുള്ളതനുസരിച്ച് അവൻ്റെ പറയുന്നത് വെച്ചാൽ അവനിലേക്ക് എത്തിക്കുന്നില്ല. ആ കെയർ ഓഫിലെല്ലാം കൊടുത്ത് പേഴ്സണലായിട്ട് വാങ്ങിയിട്ടുള്ളതനുസരിച്ച് എന്നോട് പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടാണ് തട്ടിക്കൊണ്ടുപോകലിന് പിന്നിലെന്നും നവാസ് കൂട്ടിച്ചേർത്തു. ചക്കരക്കൽ പോലീസ് ഇൻസ്പെക്ടർ MC പവനന്റെ നേതൃത്വത്തിൽ പോലീസ് സംഭവസ്ഥലം സന്ദർശിച്ച് അന്വേഷണം ആരംഭിച്ചു.